നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 25 ഏപ്രിലോടുകൂടിയാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. സീറ്റ് വിവാദത്തെ ചൊല്ലി BJPക്കും JDUവിനും വലിയ രീതിയിലുള്ള എതിർപ്പ് തമ്മിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ മഹാഗഡ്ബന്ധൻ ലാലു പ്രസാദിൻ്റെ നേതൃത്വത്തിൽ BJP സർക്കാരിനെ തകർക്കാൻ പുതിയ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP സ്വയം തമ്മിലടിച്ച് പിരിയുന്ന രീതിയിൽ അവർക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJP നേതൃത്വം ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ട് തന്നെ ഐക്യജനതാദൾ ഒരു രീതിയിലും സമരസപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല. 110 സീറ്റുകളാണ് കഴിഞ്ഞ തവണ BJP ഐക്യജനതാദളിനോട് ചോദിച്ചു വാങ്ങിയതും ഐക്യജനതാദൾ 115 സീറ്റിലാണ് മത്സരിച്ചതും. എന്നാൽ ഫലം വന്നപ്പോൾ BJP 75 സീറ്റുകളിൽ വിജയിക്കുകയും ഐക്യജനതാദൾ 43 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും ആഭ്യന്തര കാര്യങ്ങളിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് BJP നിതീഷ് കുമാറിന് തലവേദന സൃഷ്ടിച്ചു. ഇടക്കാലത്ത് നിതീഷ് കുമാർ മന്ത്രിസഭ പിരിച്ചുവിടുകയും മഹാഗഡ്ബന്ധനുമായി സഖ്യം ചേർന്ന്, അതായത് RJDയുമായി സഖ്യം ചേർന്ന് മുഖ്യമന്ത്രി പദവി തിരികെ നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടാത്തർക്ക ന്യായവുമായി നിതീഷ് കുമാർ വീണ്ടും NDA പാളയത്തിലേക്ക് ചേരുകയും ഇപ്പോഴിതാ കേന്ദ്രത്തിൽ ഐക്യജനതാദളിൻ്റെ MPമാരുടെ സഹായമില്ലാതെ ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ BJP കൃത്യമായും നിതീഷ് കുമാറിനെ ഒപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ്. എന്നാൽ ഇത് തക്ക അവസരം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ഡിമാൻഡ് കൂട്ടുന്നത്. മത്സരിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 160 സീറ്റ് വേണമെന്ന് BJPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. BJPക്ക് കുറച്ച് സീറ്റിൽ മത്സരിച്ചാൽ പോരെ, അവർ വിജയിച്ച 75 സീറ്റിൽ അവർക്ക് മത്സരിക്കാം, അതല്ലാതെ മറ്റ് സീറ്റുകളൊന്നും തരാൻ കഴിയില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് ഐക്യജനതാദൾ. ഇതൊരു പറ്റിയ അവസരമായി തന്നെയാണ് കൃത്യമായും ഐക്യജനതാദൾ കാണുന്നത്. വാസ്തവത്തിൽ ലാലു പ്രസാദ് യാദവ് ഒരു കാര്യം നിതീഷിനോട് പറഞ്ഞു: നിങ്ങളുടെ പാർട്ടി തകരണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ പാർട്ടിയെ വർഗീയവാദികളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ പാർട്ടിയിൽ ന്യൂനപക്ഷ നേതാക്കൾ നിരവധിയുണ്ട്. അവർക്ക് തീർച്ചയായും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ തന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കൂ. മാന്യമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമോ അതോ ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവും ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങണമോ? BJPയുമായി സഖ്യം ചേർന്നതുകൊണ്ട് രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, BJP നേതാക്കൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 115 സീറ്റിൽ മത്സരിച്ച നിങ്ങളുടെ പാർട്ടിക്ക് കേവലം 43 സീറ്റ് മാത്രം ലഭിച്ച ആ ഗതികെട്ട അവസ്ഥ. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: നിങ്ങളുടെ പാർട്ടിക്ക് BJP വോട്ട് തരുന്നില്ല. എന്നാൽ നിങ്ങൾ എൻ ബ്ലോക്കായി BJPക്ക് വോട്ട് മറിച്ച് നൽകുന്നുമുണ്ട്. വാസ്തവത്തിൽ ഈ കച്ചവടം കൊണ്ട് BJPക്ക് മാത്രമല്ലേ ലാഭം, നിങ്ങൾക്ക് പരമനഷ്ടവും. ചിന്തിച്ച് പ്രവർത്തിക്കൂ നിതീഷ് എന്നാണ് ലാലു പ്രസാദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.